കുന്നത്നാട് മണ്ഡലത്തിലെ അമ്പലമുകളിൽ നിന്നാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പര്യടനം തുടങ്ങിയത്. BPCLലെ തൊഴിലാളികൾ ഉൾപ്പെടെ വോട്ടർമാരെ അദ്ദേഹം നേരിൽ കണ്ടു. വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് തൊഴിലാളികൾ നൽകിയത്. ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും പ്രചാരണ രംഗത്ത് ഒരു ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ആത്മവിശ്വാസം വർദ്ധിച്ചതായും സി രവീന്ദ്രനാഥ് പറഞ്ഞു. ഇന്ന് ജനങ്ങളുടെ പ്രതികരണം ഒക്കെ കാണുമ്പോൾ വളരെ വലിയ ആത്മവിശ്വാസം ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷമല്ലാതെ ലെഫ്റ്റ് അല്ലാതെ ഒരു ഓപ്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും വ്യക്തികളെ നേരിൽ കണ്ടും വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു എറണാകുളം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ. സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും KCBC ആസ്ഥാനമായ പാലാരിവട്ടം POCയിലും സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. UDF കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുമെങ്കിലും ഇത്തവണ എറണാകുളം മണ്ഡലത്തിൽ LDFന്റെ വിജയം ഉറപ്പാണെന്ന് KJ ഷൈൻ ടീച്ചർ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണത്തിന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ അതിന് സ്വാധീനമുള്ള ഒരു പാർലമെൻറ്റ് വരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നാണ് ആഗ്രഹിക്കാൻ സാധ്യത. എറണാകുളം മണ്ഡലവും ഒരു ബാലികേറ മലയല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കത് തിരിച്ചുപിടിക്കാൻ സാധിക്കും. ജനങ്ങൾ നമ്മളോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം റോഡ് ഷോ നടത്തിയ ജില്ലയിലെ ഇടത് സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിൽ കൂടുതൽ സജീവമാകും. കൈരളി ന്യൂസ്, കൊച്ചി.